ഇട്ടിട്ട് പോകാൻ വിഷമമുണ്ടോ? എനിക്ക് വിഷമം. ചോറും കറികളും എല്ലാം ഞങ്ങൾക്ക് വെച്ചുതരും. അമ്മൂമ്മ ഞങ്ങൾക്ക് വേണ്ടി അമ്മൂമ്മ പോവല്ലേ? അമ്മൂമ്മ എന്നും കാണാൻ ഞങ്ങളെ വരണേ. മോള് കറിയുവാന്നോ? എത്രക്ക് ഇഷ്ടമാണ് അമ്മേ? മോൻ എന്തൊക്കെ വെച്ച് തന്നിട്ടുണ്ട് അമ്മ? ചോറും കറികളും എല്ലാം ഞങ്ങൾക്ക് വെച്ചുതരും. എല്ലാം കറിയാവുമല്ലോ. ഞാൻ പോവുകയാണ്, എന്നും വരാം. എന്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോവാം. എന്നുവെച്ചാ എന്റെ മോനും പോയി. ആരും കരയണ്ട കേട്ടോ. അമ്മൂമ്മ ഇവിടെ തന്നെ ഉണ്ട് എന്നും. മോരുമ കൊടുക്ക. ഞാൻ ആർക്കും ഒന്നും കൊടുക്കുകയാണ്. ഉമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഇട്ടിട്ട് പോകാൻ വിഷമമുണ്ടോ? എനിക്ക് വിഷമം. കരയൊന്നും വേണ്ട. അമ്മൂമ്മ എങ്ങും പോകുന്നില്ല കേട്ടോ. അമ്മൂമ്മയുടെ ഉണ്ട്, എല്ലാ ദിവസവും ഇങ്ങനെ വരും. അതുകൊണ്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ നിൽക്കുകയല്ലേ. തീർച്ചയായിട്ടും അവര് സ്കൂളിൽ വരുന്ന കാലം തൊട്ട് അവർക്ക് എല്ലാം അമ്മൂമ്മയാണല്ലോ. ഇല്ലേ, ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിലും അമ്മൂമ്മയുടെ അടുത്ത് പോയി വാങ്ങിച്ചു കൊടുക്കും, ഇവിടെ ഇരിപ്പുണ്ടെങ്കിലും. അതാണ് ഒരു സ്നേഹം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സമയം കാണുന്നവരെ അമ്മൂമ്മയല്ലേ? അതെ. ഒരു പാചക തൊഴിലാളി വിദ്യാർത്ഥി ബന്ധമല്ല, അതിനപ്പുറമാണ്. അല്ല, ഈ നാട്ടുകാർക്ക് മുഴുവൻ ആളുകൾക്കും അങ്ങനെ തന്നെയാ. തലമുറകളോളമായിട്ട് ഇവിടെ നിൽക്കുകയല്ലേ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാം വിഷമമുണ്ട്. പിന്നെ ആ വിഷമം തോന്നാതിരിക്കാനാണ് എല്ലാ ദിവസവും രാവിലെ വരാൻ പറയുന്നത്. ഇവിടെ ഉണ്ടാവും, അമ്മ ഇവിടെ വന്നിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എനിക്ക് കഞ്ഞിപ്പരയെ വന്ന ജോലി ചെയ്യണം. താരം എടുക്കാൻ വയ്യ. എന്നും വന്ന് ഡോക്ടർ പറഞ്ഞു ആരും ഒന്നും എടുക്കരുത്, തേയ്മാനമുണ്ട്, എന്നൊരു പ്രശ്നമുണ്ട്. എന്റെ ജീവിതം ഇവിടെ. ചെല്ലുമ്പോ അമ്മ കഴിഞ്ഞ 41 വർഷമായിട്ട് ഇവിടെ കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ട്. അവർക്ക് രുചികരമായ ഭക്ഷണം എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. നേരിട്ട് നിന്ന് വിളമ്പി കൊടുക്കുന്നു. അവർക്ക് വീട്ടിലെ ഭക്ഷണത്തെക്കാൾ വളരെ പ്രിയപ്പെട്ടത് അല്ലേ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ മനസ്സില്ലായിരുന്നു, വിടാനും മനസ്സില്ലായിരുന്നു. പക്ഷേ കുറച്ച് പ്രായമൊക്കെ ആയി, അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് റിട്ടയർമെൻ്റ് ഒക്കെ നൽകി ഞങ്ങൾ കൊടുത്തെങ്കിലും എല്ലാ ദിവസവും ഇവിടെ വരും. പറ്റുന്ന സഹായമൊക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ നിൽക്കും. കഴിഞ്ഞ ദിവസം യാത്രയപ്പൊക്കെ ഞങ്ങൾ കൊടുത്തു. ഇനി എല്ലാ ദിവസവും എത്താൻ പറഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോടെ വരുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കും അതൊരു സന്തോഷമാണ്. ഈ ചെലമ്മാമ്മയുടെ ഒരു കൈപ്പുണ്യമുണ്ട്, അപ്പോൾ അത് ഇപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന് തൊട്ടാൽ മതി അതിനകത്ത്. അതാണൊരു സന്തോഷം അല്ലേ. എല്ലാം വ്യത്യസ്തമല്ലേ. പോവാൻ മടിയാണ്, പോകത്തില്ല. എന്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോവാം. ഇവിടാണ് ജീവിതം. എന്നുവെച്ചാ എന്റെ മോനും പോയി. അമ്മയുടെ ഒരു മകൻ ആക്സിഡന്റില് മരിച്ചു. അപ്പൊ അതിനുശേഷം അമ്മ ദുഃഖങ്ങളൊക്കെ മറക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾക്കും വലിയ ഇഷ്ടമാണ്. രാവിലെ വന്നാൽ സാധാരണ ഉച്ചയ്ക്കൊക്കെ എല്ലാവരും പോവെങ്കിലും ചെല്ലുമ്പോൾ അമ്മ 4 മണിയായിട്ടേ പോവുള്ളൂ. അതുപോലെ കുഞ്ഞുങ്ങളെ മാത്രമല്ല, ആര് വന്നാലും കൂട്ടാനിങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും, ഈ നാടിനും നാട്ടുകാർക്കും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. കഴിഞ്ഞ ദിവസം പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കൂടെ വന്നിരുന്നു. കാരണം അവരെല്ലാം ഇവിടെ പഠിച്ചിട്ട് പോയാൽ അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു വലിയ സന്തോഷമാണ്. ഞങ്ങളോടൊപ്പം എന്നും ഉണ്ട്, എപ്പോഴും ഉണ്ട്.